ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇന്ത്യയിലെ മികച്ച 15 കോർട്ട് റൂം ഡ്രാമകളെ കുറിച്ചാണ്. ഇതെന്റെ പേഴ്സണൽ ലിസ്റ്റാണ്. ചിലപ്പോൾ ഇതിൽ 15ാം നമ്പറിൽ ഞാൻ കൊടുക്കുന്ന സിനിമ ചില ആൾക്ക് 1ാം നമ്പറായിട്ട് തോന്നാം. 1ാം നമ്പറിൽ കൊടുക്കുന്ന സിനിമ 10ാം നമ്പറായിട്ടോ 15ാം നമ്പറായിട്ടോ തോന്നാം. ചിലർക്ക് ചില സിനിമകൾ ഈ ലിസ്റ്റിൽ ഇല്ലാതെ തോന്നാം. അങ്ങനെയുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, ചില ജോണേഴ്സിൽ ബോളിവുഡിന് കൃത്യമായ ഡോമിനേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് സ്പൈ ത്രില്ലേഴ്സ്, ബയോപിക്സ്, അതുപോലെ ഒരു ജോണറാണ് കോർട്ട് റൂം ഡ്രാമ. ഈ ലിസ്റ്റ് നോക്കിയാൽ അറിയാം, 15ൽ 9 ബോളിവുഡ് ഫിലിംസ് ആണ്, 4 മലയാളം ഫിലിംസ്, 2 തമിഴ് ഫിലിംസ്. ഈ ലിസ്റ്റിലേക്ക് കടക്കാം. നമ്പർ 15 മേൽവിലാസം. 2011 പുറത്തിറങ്ങിയ ഈ മലയാള ചിത്രം ആർമി കോർട്ട് മാർഷൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. ജവാൻ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ 2 സീനിയേഴ്സിനെ ഷൂട്ട് ചെയ്യുന്നു, തുടർന്ന് കോർട്ട് മാർഷൽ അഭിമുഖീകരിക്കുന്നു. പ്രിസൈഡിംഗ് ഓഫീസറായ തലവാസിൽ വിജയ്, ഡിഫൻസ് ലോയറായ സുരേഷ് ഗോപി, ജവാൻ രാമചന്ദ്രനായി പാർത്ഥിബൻ എന്നിവർ എത്തുന്ന ചിത്രം മുഴുവനായും ഒരു റൂമിനുള്ളിൽ ചിത്രീകരിച്ച സിനിമയാണ്. ഈ ഫിലിം ഇപ്പോൾ സൺ NXT സ്ട്രീം ചെയ്യുന്നുണ്ട്. നമ്പർ 14 സിർഫ് ഏക് ബന്ദ കാഫി ഹെ. 2023 പുറത്തിറങ്ങിയ ഈ ബോളിവുഡ് ചിത്രം 2013 ആശാറാം ബാപ്പു കേസ് ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഒരു ആൾ ദൈവം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു. ആ കേസ് അഡ്വക്കേറ്റ് PC സോളങ്കി ഏറ്റെടുക്കുന്നു. അഡ്വക്കേറ്റ് PC സോളങ്കിയായി മനോജ് വാജ്പേയിയുടെ ഗംഭീര പ്രകടനം ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സിനിമ ഇപ്പോൾ ZEE5 സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്പർ 13 ഗാർഗി. 2022 പുറത്തിറങ്ങിയ ഒരു തമിഴ് ചിത്രമാണ് ഗാർഗി. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിൽ 4 പേർ കുറ്റം ഏറ്റുപറയുന്നു. എന്നാൽ ഒരു 60 വയസ്സുകാരൻ താൻ കുറ്റക്കാരനല്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ മകൾ നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നു. അതിനായി ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് വക്കീലിനെ ഹയർ ചെയ്യുന്നു. ഈ മകളായി, അതായത് ഗാർഗി എന്ന ടൈറ്റിൽ കഥാപാത്രമായി സായി പല്ലവി എത്തുന്നു. വക്കീലായി കാളി വെങ്കടെത്തുന്നു. കൂടാതെ ഈ സിനിമയുടെ പ്രത്യേകത, ഇതിലെ ജഡ്ജി ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ഈ ചിത്രം ഇപ്പോൾ സോണി ലിവിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്പർ 12 മുൽക്ക്. 2018 റിലീസ് ചെയ്ത ഈ ബോളിവുഡ് ചിത്രം തീവ്രവാദവുമായി ബന്ധപ്പെടുത്തി മുസ്ലിം മതവിഭാഗം അനാവശ്യമായി പഴികേൽക്കേണ്ടി വരുന്ന ഒരു പ്ലോട്ടാണ് ചർച്ച ചെയ്യുന്നത്. വാരാണസിയിലെ ഒരു കുടുംബത്തിലെ യുവാവ് തീവ്രവാദത്തിൽ ഏർപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് പോലീസ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ കാരണവറായ ഋഷി കപൂർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഈ കേസ് കുടുംബത്തിലെ മരുമകളായ തപ്സി പന്നു വാദിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്നു. തുടർന്ന് നടക്കുന്ന സംഭവവികാസങ്ങളാണ് മുൾക്ക് ചർച്ച ചെയ്യുന്നത്. ഈ ചിത്രം ഇപ്പോൾ സോണി ലിവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്പർ 11 നേര്. 2023 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് നേര്. ഒരു അന്ധയായ പെൺകുട്ടി റേപ്പിനിരയാവുന്നു. ആ കേസ് എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് നേര് ചർച്ച ചെയ്യുന്നത്. ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഇമോഷണലായ രംഗങ്ങളുള്ള സിനിമയാണ് നേര്. മോഹൻലാലിന്റെയും അനശ്വര രാജിന്റെയും ഗംഭീര പ്രകടനമാണ് നേരിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ഈ സിനിമ ഇപ്പോൾ Disney+ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കും. നമ്പർ 10 എന്നാ താൻ കേസ് കൊടു. 2022 പുറത്തിറങ്ങിയ ഈ മലയാള ചിത്രം ഈ ലിസ്റ്റിലെ തന്നെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റിലാവുന്ന ഒരു സാധാരണക്കാരനായ യുവാവ് കേസിന്റെ വഴി തിരിച്ചുവിട്ട് PWD മിനിസ്റ്ററെ അടക്കം കേസിലേക്ക് കക്ഷി ചേർക്കുന്നു. വളരെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത്. എന്നാ താൻ കേസുകളും ഇപ്പോൾ Disney+ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്പർ 9 ജോളി LLB. 2013 പുറത്തിറങ്ങിയ ഒരു ബോളിവുഡ് ചിത്രമാണ് ജോളി LLB. മദ്യപാനിയായ സമ്പന്നനായ ഒരു യുവാവ് ഫുട്പാത്തിൽ കിടന്നുറങ്ങിയിരുന്ന 6 പേരെ കാറ് കയറ്റിക്കൊല്ലുന്നു. ഒരു പ്രശസ്തനായ വക്കീൽ കേസ് സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്ത് ഈ മദ്യപാനിയെ പുറത്തിറക്കുന്നു. എന്നാൽ സാധാരണക്കാരനായ ഒരു വക്കീൽ ജഗദീഷ് ത്യാഗി അഥവാ ജോളി ഈ കേസിൽ പൊതുതാൽപര്യ ഹർജി കൊടുക്കുന്നു. തുടർന്ന് നടത്തുന്ന കേസ് വിസ്താരമാണ് ജോളി LLBയുടെ പ്ലോട്ട്. ഈ ജോളി എന്ന അഡ്വക്കേറ്റായി അർഷദ് വാർസി എത്തുന്ന ചിത്രത്തിൽ ജഡ്ജായി എത്തിയ സൗരഭ് ശുക്ലയുടെ പെർഫോമൻസ് ആണ് ഹൈലൈറ്റ്. ഈ ചിത്രം ഇപ്പോൾ Disney+ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്പർ 8 ജനഗണമന. 2022 പുറത്തിറങ്ങിയ മലയാള ചിത്രം. ഇതിന്റെ പ്ലോട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. ഈ സിനിമയുടെ ഹൈലൈറ്റ് ഇതിലെ തീവാർന്ന ഡയലോഗുകളാണ്. ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും മികച്ച ഡയലോഗുള്ള കോർട്ട് റൂം ഡ്രാമ എടുത്തു കഴിഞ്ഞാൽ അത് ജനഗണമനയായിരിക്കും. പ്രത്യേകിച്ച് പൃഥ്വിരാജ് മാധ്യമങ്ങളെ കുറിച്ച് പറയുന്ന ഡയലോഗ്, സത്യം പറയാനാണോ മീഡിയ, അതോ മീഡിയ പറയുന്നതാണോ സത്യം. ഈ സിനിമ ഇപ്പോൾ Netflixൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്പർ 7 ഓ മൈ ഗോഡ് അഥവാ OMG. 2012 പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രമാണ് OMG. മറ്റുള്ള കോർട്ട് റൂം ഡ്രാമകളെ അപേക്ഷിച്ച് OMG ഫ്രാഞ്ചൈസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പൊതുവെ കോർട്ട് റൂം ഡ്രാമകൾ ചർച്ച ചെയ്യുന്ന മർഡർ അല്ലെങ്കിൽ റേപ്പ് വിഷയങ്ങളല്ല OMG ഫ്രാഞ്ചൈസി ചർച്ച ചെയ്യുന്നത്. ഇനി OMGയുടെ പ്ലോട്ടിലേക്ക് വന്നാൽ, കാഞ്ചി എന്ന പേരുള്ള ഒരു നിരീശ്വരവാദി ഹിന്ദു വിഗ്രഹങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് നടത്തുകയാണ്. ഒരു ഭൂകമ്പത്തിൽ ആ ഷോപ്പ് തകരുന്നു. അദ്ദേഹം ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുന്നു.
പക്ഷേ ആ ക്ലെയിം റിജക്റ്റ് ആവുകയാണ്. കാരണം ആക്ട് ഓഫ് ഗോഡ് ഇൻഷുറൻസ് കവറേജിന്റെ പരിധിയിൽ വരുന്നില്ല. തുടർന്ന് ഈ കാഞ്ചിബായി കോടതിയെ സമീപിക്കുന്നു, ഗോഡിനെതിരെ കേസ് കൊടുത്തുകൊണ്ട്. പക്ഷേ ഗോഡ് വിസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആൾദൈവങ്ങൾക്കെതിരെയാണ് കേസ് പോയത്. തുടർന്ന് നടക്കുന്ന വിസ്താരമാണ് OMGയുടെ പ്ലോട്ട്. ഇതിൽ ഈ കാഞ്ചിബായെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ശ്രീകൃഷ്ണനായി അക്ഷയ് കുമാർ വരുന്നു. ഈ സിനിമ ഒരു പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നതായി കാണുന്നില്ല. നമ്പർ 6 ജോളി LLB 2. 2017 പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രമാണ് ജോളി LLB 2. ഇതിനു മുമ്പ് ഇറങ്ങിയ ജോളി LLBയുടെ സീക്വലായാണ് ചിത്രം എത്തിയിരിക്കുന്നത്. പക്ഷേ രണ്ട് ചിത്രങ്ങളും സ്റ്റാൻഡ് അലോൺ ആണ്. ആകെയുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ കോമൺ ആയുള്ള ഒരു ജഡ്ജി, അവിടെയും സൗരഭ് ശുക്ലയായിരുന്നു ജഡ്ജി, ഇവിടെയും സൗരഭ് ശുക്ലയാണ് ജഡ്ജി. കൂടാതെ ജോളി എന്ന ടൈറ്റിൽ കഥാപാത്രം അവിടെ അർഷദ് വാർസി അവതരിപ്പിച്ചത് ജഗദീഷ് ത്യാഗി അഥവാ ജോളി, ഇവിടെ അക്ഷയ് കുമാർ അവതരിപ്പിക്കുന്നത് ജഗദീശ്വർ മിശ്ര അഥവാ ജോളി. ഇതിന്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ അക്ഷയ് കുമാർ ഒരു ജൂനിയർ വക്കീലാണ്, ഒരു സീനിയറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് കോടതിയിൽ ഒരു ചേംബർ വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, അതിന് പൈസ വേണം. ഒരു യുവതി ഭർത്താവിന്റെ കേസുമായി അക്ഷയെ സമീപിക്കുന്നു. അക്ഷയ് അവരുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങി പറയുന്നു, എന്റെ സീനിയർ ഈ കേസ് എടുത്തോളും, നല്ല സക്സസ് റേറ്റ് ഉള്ള വക്കീലാണ് എന്റെ സീനിയർ. പക്ഷെ അതൊരു കള്ളമായിരുന്നു, ജസ്റ്റ് പൈസക്ക് വേണ്ടിയാണ് അക്ഷയ് ഈ കള്ളം പറഞ്ഞത്. ഈ കള്ളം അറിഞ്ഞ യുവതി ആത്മഹത്യ ചെയ്യുന്നു. ഇനി അക്ഷയ് എന്ത് ചെയ്യും? ഇതാണ് പടത്തിന്റെ പ്ലോട്ട്. ഈ സിനിമ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജോളി വേഴ്സസ് ജോളി എന്ന ഒരു തേർഡ് പാർട്ട് ഇതിന് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അക്ഷയ് കുമാർ വേഴ്സസ് അർഷദ് വാസി, രണ്ടുപേരും മുഖാമുഖം വരുന്ന ഒരു കോർട്ട് റൂം ഡ്രാമയായിരിക്കും അത് എന്നാണ് കേട്ടിട്ടുള്ളത്. നമ്പർ 5 ഓ മൈ ഗോഡ് 2. 2023 പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രം. 2012 OMGയുടെ സെക്കൻഡ് പാർട്ടാണ്. പക്ഷേ രണ്ട് ചിത്രങ്ങളും സ്റ്റാൻഡ് അലോൺ ആണ്. ഈ ചിത്രം ചർച്ച ചെയ്യുന്നത് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള അത്രയും സെൻസിറ്റീവായ വിഷയമാണ്, അതും ഹിന്ദു മിത്തോളജിയായി ബ്ലെൻഡ് ചെയ്തുകൊണ്ട്. പങ്കജ് ത്രിപാഠിയാണ് മെയിൻ ലീഡ്. അക്ഷയ് കുമാർ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ എത്തുന്നു, OMGയിലെ പോലെ തന്നെ. അവിടെ ശ്രീകൃഷ്ണനായിട്ടാണ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ശിവന്റെ ദൂതനായിട്ടാണ് അക്ഷയ് കുമാർ എത്തിയിരിക്കുന്നത്. വളരെ ലൈറ്റായിട്ട്, അതായത് ഒരു വൾഗാരിറ്റിയും ഇല്ലാതെയാണ് ഇതിലെ സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് സീനുകൾ കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കും. നമ്പർ 4 ഷാഹിദ്. 2012 പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രം. ഷാഹിദ് അസ്വി എന്നുള്ള ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് കം ലോയറുടെ ലൈഫ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പടമാണിത്. ഇതിലെ പ്രകടനത്തിൽ രാജ്കുമാർ റാവുവിന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടുകയുണ്ടായി. അതുപോലെ ഇതിന്റെ ഡയറക്ടർ ഹൻസൽ മെഹത്തക്ക് മികച്ച ഡയറക്ടർക്കുള്ള നാഷണൽ അവാർഡ് കിട്ടുകയുണ്ടായി. പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഷാഹിദ് അസ്വി എന്നുള്ള ആള് കുറച്ചുനാള് ഒരു ടെററിസം ക്യാമ്പിൽ പോയി എന്നുള്ള കാരണത്താൽ അയാളെ ജയിൽ ശിക്ഷക്ക് വിധിക്കുന്നു. അവിടുന്ന് അയാൾ ലോ പഠിച്ച് ഇതേപോലെ ടെററിസം ആരോപിക്കപ്പെട്ട കുറ്റവാളികൾക്ക് നേരെ, അതായത് കുറ്റം ആരോപിക്കപ്പെടുന്നവർക്ക് നേരെ വരുന്ന കേസുകൾ ഏറ്റെടുത്ത് വാദിക്കുന്നു. അതാണ് ഇതിന്റെ പ്ലോട്ട്. ഈ സിനിമ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആയിട്ട് കാണുന്നില്ല, പക്ഷേ യൂട്യൂബിൽ ഇത് അവൈലബിൾ ആണ്. നമ്പർ 3 ജയ് ഭീം. 2022 പുറത്തിറങ്ങിയ തമിഴ് ചിത്രമാണ് ജയ് ഭീം. ഒരു ഗോത്രവർഗക്കാരൻ ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് കസ്റ്റഡിയിലാവുന്നു, അവിടുന്ന് മിസ്സാവുന്നു. ഈ കേസ് പൊതുവെ ഗോത്രവർഗക്കാർക്ക് വേണ്ടി കേസ് ഏറ്റെടുക്കുന്ന അഡ്വക്കേറ്റ് ചന്ദ്രു വാദിക്കുന്നു. തുടർന്ന് നടക്കുന്ന കേസ് വിസ്താരമാണ് പടത്തിന്റെ പ്ലോട്ട്. അഡ്വക്കേറ്റ് ചന്ദ്രുവായി സൂര്യ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കൂടാതെ മണികണ്ഠൻ, ലിജോ മോൾ ഇവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ജാതീയതയുടെ അങ്ങേയറ്റം ഈ സിനിമ കാണിക്കുന്നുണ്ട്. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കും. നമ്പർ 2 പിങ്ക്. 2016 പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രമാണ് പിങ്ക്. ഒരു പൊളിറ്റീഷ്യന്റെ മരുമകൻ 3 പെൺകുട്ടികളെ ശാരീരിക ഉപദ്രവത്തിന് ഇരയാക്കുന്നു. ആ കേസ് ഏറ്റെടുക്കാൻ ഒരു റിട്ടയേർഡ് ലോയർ അഡ്വക്കേറ്റ് ദീപക് എത്തുന്നു. അമിതാഭ് ബച്ചനാണ് ഈ റോൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പവർഫുൾ പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. അതുപോലെ പ്രശസ്തമായ നോ മീൻസ് നോ എന്ന് തുടങ്ങുന്ന ഡയലോഗ് പിങ്കിലേതാണ്. ഈ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്പർ 1 സെക്ഷൻ 375. 2019 പുറത്തിറങ്ങിയ ഈ ബോളിവുഡ് ചിത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യൻ കോർട്ട് റൂം ഡ്രാമ. ഒരു ഫിലിം ഡയറക്ടറുടെ മേൽ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജൂനിയർ കോസ്റ്റ്യൂം ഡിസൈനർ പറയുകയാണ് ഇദ്ദേഹം എന്നെ റേപ്പ് ചെയ്തു. ഈ സംഭവം കോടതിയിലെത്തുന്നു. ഡിഫൻസ് ലോയറായി അക്ഷയ് ഖന്ന, പബ്ലിക് പ്രോസിക്യൂട്ടറായി റീച്ച ശർമ്മ. ഈ സിനിമയെക്കുറിച്ച് ബാക്കി എന്ത് പറഞ്ഞാലും സ്പോയിലർ ആവും, അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ചിത്രം ആമസോൺ പ്രൈമിൽ ഇപ്പോൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയുമാണ് എനിക്കിഷ്ടപ്പെട്ട മികച്ച ഇന്ത്യൻ കോർട്ട് റൂം ഡ്രാമകൾ. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത സിനിമകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്.